ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഓസ്ട്രേലിയയിൽ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൈപ്പ് എക്സ്പെൻസസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആണ്. അത് നോർമലി ഒരു 5 to 20% ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ഇടുന്നത്. ലെറ്റ്സ് ഇഫ് യു ആർ ബൈയിങ് എ 500,000 പ്രോപ്പർട്ടി, 100,000 ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിന്റെ ഒരു 10% പറഞ്ഞ് $50,000 ആണ് നമ്മൾ ഇടേണ്ടത്. പിന്നെ സെക്കൻഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് LMI ആണ്, അല്ലെങ്കിൽ ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ്. ഇതൊരു വൺ ടൈം ചാർജ് ആണ്. അത് ബാങ്ക് നോർമലി ചാർജ് ചെയ്യുന്നത്. അത് യൂഷ്വലി നമ്മുടെ ലോൺ എമൗണ്ടിന്റെ കൂടെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. പിന്നെ ഇത് യൂഷ്വലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മൾ 80% മുകളിൽ ലോൺ എമൗണ്ട് എടുക്കുമ്പോഴാണ്. അതുകൂടാതെ സർട്ടൺ ബാങ്ക്സ് സർട്ടൺ പ്രൊഫഷണൽസിന് കുറച്ച് എക്സംഷൻ കൊടുക്കുന്നുണ്ട്. ഇത് 80% എന്നുള്ള 90% വരെ LMI ഇല്ലാതെ അവർ ലോൺ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സിന്, അക്കൗണ്ടൻസിന്, നഴ്സസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലോൺ മോർഗേജ് ബ്രോക്കേഴ്സിന്റെ അടുത്ത്, ബാങ്ക്സിന്റെ അടുത്ത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫഷണലിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നതാണ്. ഓരോ സ്റ്റേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നുള്ളത് ഡിഫറെന്റ് ആയിരിക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ലൊക്കേഷനും നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ് പർച്ചേസ് ചെയ്യുന്നതിനുള്ളതിന് എല്ലാത്തിനും ബേസ് ചെയ്തിട്ടാണ്. പിന്നെ നെക്സ്റ്റ് ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ. അതൊരു എക്സ്പെൻസ് വൈസ് അത് ഭയങ്കര വലിയൊരു എക്സ്പെൻസ് അല്ല. ഇത് ഏകദേശം ഒരു $600-700 നമുക്ക് നിൽക്കുന്നതാണ്. ബട്ട് ഇത് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു ഇൻസ്പെക്ഷനാണ് നമ്മൾ ബിഫോർ സൈനിങ് ദ കോൺട്രാക്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന് എന്തെങ്കിലും സ്ട്രക്ചറൽ ഇഷ്യൂസോ പെസ്റ്റ് ഡാമേജസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ ഫ്യൂച്ചറിൽ ഒരു കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകാതെ ഇത് നമ്മൾ ആദ്യം തന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇൻസ്പെക്ഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പർച്ചേസുമായിട്ട് പ്രൊസീഡ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഫർദർ നെഗോഷിയേറ്റ് ചെയ്ത് ഇത്തിരിയുടെ റേറ്റ്സ് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനൊക്കെ ഇത് നമ്മളെ സഹായിക്കും. ഈ ഒരു സ്റ്റെപ്പ് ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ നമ്മൾ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യരുത്. ഈവൻ നമ്മളിത് ബ്രാൻഡ് ന്യൂ ഹൗസാണ് വാങ്ങുന്നതെങ്കിലും മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ആൻഡ് ലാൻഡ് ലോഡ് ഇൻഷുറൻസ് ആണ്. അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ കോസ്റ്റ് പല ഫാക്ടേഴ്സിനെ വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹൈ റിസ്ക് ഏരിയയിലാണെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് ഇച്ചിരി കൂടുതലായിരിക്കും. ഇപ്പോൾ ഫ്ലഡ് റിസ്കോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ഏരിയ ആണെങ്കിൽ ഇൻഷുറൻസ് കോസ്റ്റ് ഇതിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പല ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമുക്കൊരു ബെസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അത് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ ഇൻഷുറൻസിന്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അടുത്തൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് കൺവെൻസേഴ്സ് ആൻഡ് സോളിസിറ്റേഴ്സ് ചാർജ് ആണ്. അവർ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ടൈറ്റിലിന്റെ സെർച്ചും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണോന്നോ എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോന്നോ എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പറയും. പിന്നെ നമ്മൾ ഈ പ്രോപ്പർട്ടി നമ്മുടെ വെൻഡേഴ്സിനായിട്ട് നമ്മുടെ പേരിലോട്ട് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരാണ് ചെയ്യുന്നത്. അതിന്റെ ഏകദേശം ഒരു ഫീസ് എന്ന് പറയുന്നത് $1,500 to $2,000 ആണ് ചിലവാകുന്നത്. താങ്ക്സ് ഫോർ ലിസണിങ്. സീ യു നെക്സ്റ്റ് ടൈം.